നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു വരുന്നത് 2026 ഏപ്രിൽ 14 മുതലുള്ള വിഷു ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. 2 നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അശ്വതി, ഭരണി നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിന് 2026 ഏപ്രിൽ 14 ശേഷം ഈ വിഷുഫലം ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്രക്കാര് സൂര്യൻ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഈ വർഷം നിങ്ങൾക്ക് കിട്ടുന്നത്. വർഷത്തിന്റെ പകുതി വരെ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അതിനുശേഷം വലിയ പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. 2 കൂറുകളിലായിട്ടാണ് കാർത്തിക നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. മേടക്കൂറില് ആദ്യത്തെ 1-ാം പാദക്കാരും ഇടവക്കൂറില് അവസാനത്തെ 3 പാദങ്ങളുമായിട്ടാണ് കാർത്തിക നക്ഷത്രം. ഈ 1-ാം പാദക്കാരായ മേടക്കൂറുകാർക്ക് 7ര ശനി തുടരുന്നതിനാൽ ചില മാനസിക പ്രയാസങ്ങൾ അത് കുടുംബത്തിനകത്തും പൊതുവെയും നിങ്ങളുടെ ജീവിതത്തിലുടനീളം കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് സ്വയം തന്നെ നിങ്ങൾ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനുള്ള വഴികളും നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും. ചെറിയ ബുദ്ധിമുട്ട്, കാരണം 7ര ശനിയാണ്. 7ര ശനി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലാവാം, ജോലിസ്ഥലത്താവാം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാകാം ഒക്കെ ചെറിയ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ജൂൺ മാസം വ്യാഴത്തിന്റെ മാറ്റമാണ്. ആ വ്യാഴത്തിന്റെ മാറ്റം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും കുടുംബത്തിൽ സമാധാനവും കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ജൂൺ മാസം വ്യാഴത്തിന്റെ മാറ്റം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇടവക്കൂറുകാരെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ 3 പാദക്കാർ ഇടവക്കൂറുകാരാണ്. ശനി 10-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കാൻ അല്പം കാലതാമസം ഉണ്ടാക്കും. ജോലി ഉണ്ടാകും, കഠിനാധ്വാനം ചെയ്യേണ്ടിയും വരും. പക്ഷെ അതിന് അർഹമായിട്ടുള്ള ഒരു ഫലം ലഭിക്കാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്കും വർഷത്തിന്റെ 2-ാം പകുതി, അതായത് ജൂണിന് ശേഷം വളരെ അനുകൂലമായിരിക്കും. കാരണം വേഴത്തിന്റെ മാറ്റം നിങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. നല്ല കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നെങ്കിലും, പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിലും ജൂണിന് ശേഷം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പ് വരെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകും. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. അതുപോലെ ഭൂമി ഇടപാടുകളിൽ നിന്നും കൃഷിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതിന്റെ മാറ്റം ജൂണോടുകൂടി വേഴത്തിന്റെ മാറ്റം സംഭവിക്കുന്നതോടുകൂടി മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കടബാധ്യതകളൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ തൊഴിലിൽ തന്നെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ തുടരുകയും അതിന് സ്ഥാനക്കയറ്റം, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടും, കൂടുതൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ആ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്ക് കടബാധ്യതകൾ തീർക്കാനുള്ള അവസരം കിട്ടും. അത് ജൂണിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പങ്കാളിത്ത ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണ് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ബിസിനസ്സൊക്കെ പരസ്പരം ഒന്ന് പറഞ്ഞ് കൃത്യമായ കാര്യങ്ങളും കണക്കുകളും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് സാധ്യമാണോ, ഈ വർഷം നിങ്ങൾക്കത് ചെയ്താൽ ഗുണകരമാകുമോ, ഇപ്പോൾ മാർക്കറ്റ് ശരിയായ രീതിയിലാണോ എന്നൊക്കെ ഉള്ള ഒരു വിദഗ്ധ ഉപദേശം നേടിയതിനു ശേഷം മാത്രം പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കുടുംബ ബന്ധങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ബന്ധുമിത്രാദികളുടെ വീടുകളിലൊക്കെ പോകാനുള്ള അവസരങ്ങളും അവിടെ നടക്കുന്ന മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടും. നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിലോ വിവാഹത്തിലോ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്രക്കാരുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ പഠന കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഈ ജൂൺ മാസം കഴിയുന്നതോടുകൂടി അത് നീങ്ങിക്കിട്ടി. അത് ഒക്കെ ആ കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലും നല്ല ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ വിഷുഫലം പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നേത്രരോഗങ്ങളോ മറ്റ് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ നിങ്ങളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഒരു ഭക്ഷണക്രമം
പാലിക്കുക. പിന്നെ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ദേഷ്യം കുറയ്ക്കുക. അമിതമായിട്ടുള്ളൊരു കോപം നിയന്ത്രിക്കണം, സ്വയം നിയന്ത്രിക്കണം. കാരണം പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് ദേഷ്യം കൂടുതലുള്ള ഒരു നാളുകാരാണ്. അപ്പോൾ നിങ്ങളുടെ ദേഷ്യം ഒന്ന് നന്നായിട്ട് കുറയ്ക്കണം. കുറച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് മെഡിറ്റേഷനൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാൻ പറ്റും. ദേഷ്യം കുറയ്ക്കുമ്പോൾ കുറച്ചുകൂടി സമാധാനവും ടെൻഷനും ഒക്കെ കുറയും. വിദേശയാത്ര പോകാൻ ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലയളവ് വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ പരിഹാര മാർഗ്ഗങ്ങളും, വിസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും. ജൂലൈ മാസം കഴിഞ്ഞാൽ, അപ്പോൾ വേഴത്തിൻ്റെ മാറ്റം കഴിഞ്ഞു ജൂൺ ജൂലൈ മാസങ്ങളിലോടുകൂടി ഡിസംബർ വരെയുള്ള ഒരു കാലയളവ് നിങ്ങൾക്ക് ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ, വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു വച്ചിരിക്കുകയും അത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിസയൊക്കെ ലഭിച്ച് നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു അനുകൂല സമയമാണ്. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഒരു സമയം കാർത്തിക നക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ അവസരങ്ങളൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ലഭിക്കാനോ നിലവിലുള്ള ജോലിയിൽ പ്രൊമോഷനോടുകൂടി വിദേശത്തേക്ക് മാറാനോ ഒക്കെ നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ഈ മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർ, ആദ്യപാദക്കാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് 7.5 ശനി നിലനിൽക്കുന്നതിനാൽ കരിയറിൽ അല്പം കഠിനാധ്വാനം ആവശ്യമാണ്. കൂടുതൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും, കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടതായിട്ടും കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും വേഴത്തിൻ്റെ സഹായത്താൽ അധ്വാനത്തിന് അർഹമായിട്ടുള്ളൊരു ഫലം ലഭിക്കും. അത് ജൂൺ ജൂലൈ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് ലഭിക്കുക. അങ്ങനെ ലഭിച്ചാലും 7.5 ശനി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് മറ്റുള്ളവർ അധ്വാനിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലധികം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുകയുള്ളൂ. ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിലെ ശനി ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുമെങ്കിലും അത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത്. ഇപ്പം കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതൽ വരും, അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും അത് നിങ്ങളുടെ ഭാവിക്ക് അത് വളരെയധികം മുതൽക്കൂട്ടാകും. ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ തൊഴിൽ കൊണ്ട്, അതുകൊണ്ട് തന്നെ നിൽക്കുന്ന തൊഴിലിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നൽകും. ആ ജോലി നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതൊരു മുതൽക്കൂട്ടാവും. സുരക്ഷിതമാക്കാനായിട്ട് ആ ജോലി ഉറപ്പിക്കാനും നിങ്ങൾക്ക് സഹായകമാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ വർഷം വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ്. ഗവേഷകർക്കൊക്കെ മികച്ച ഫലങ്ങളാണ് കിട്ടുന്നത്. ഇപ്പോൾ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് അപേക്ഷിച്ചിട്ടുള്ളവർക്കും ഇനി അപേക്ഷിക്കുന്നവർക്കുമൊക്കെ 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഏറ്റവും നല്ല വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ, ആഗ്രഹിക്കുന്ന കോളേജുകളിലൊക്കെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കാനും ഗവേഷക വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സർവകലാശാലകളിൽ നിങ്ങൾക്ക് ഗവേഷണം നടത്താനൊക്കെയുള്ള മാർഗങ്ങളൊക്കെ തെളിയുന്ന ഒരു വർഷം കൂടിയിട്ടാണ് 2026 ഈ വിഷുഫലം എന്ന് പറയുന്നത്. അപ്പോൾ മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകാഗ്രതയോട് പഠിച്ചാൽ സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വപ്നം കാണുന്നവർക്ക് അത് ഈ വർഷം നിങ്ങൾക്ക് സഫലമാകും. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ജൂൺ ജൂലൈ മാസം, കാരണം വേഴത്തിൻ്റെ മാറ്റത്തോടു കൂടി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിശ്രമം നിരന്തരമായിട്ട് തുടരുക. പരിശ്രമം ഒരിക്കലും നിർത്തരുത്. കാരണം നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച്, നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു അനുകൂല വർഷമായിട്ടാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം പോകുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ ചെയ്യുന്നവർക്ക് നല്ല പ്ലേസ്മെൻറ്റ്, നിങ്ങൾക്ക് ആ കോളേജ് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ആയിട്ടുള്ളൊരു കാര്യം,
ഇപ്പോൾ തീരുമാനങ്ങൾ, ഇപ്പോൾ കരിയറിലെ വലിയ മാറ്റങ്ങൾ, ജോലി രാജിവെക്കുക, ഇങ്ങനെയൊന്നുള്ള തീരുമാനങ്ങൾ, ഇപ്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 7:30 ശനി സമയമെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ വരെ ശത്രുക്കളാകും ചില സമയങ്ങളിൽ. എല്ലാവരും നമ്മളോട് വെറുപ്പ് പ്രകടിപ്പിച്ചേക്കാം. ജോലി സ്ഥലത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇനി കുറച്ച് നാളുകളോടുകൂടി പോകുന്നത്. ഒരു പകുതിയോട് കൂടിക്ക് ശേഷം മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് ജോലി ഇട്ടെറിഞ്ഞ് പോകണം എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പെട്ടെന്ന് ഈ സമയത്ത് ആ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് പോകണം, മറ്റ് വലിയ മാറ്റങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ സെപ്റ്റംബറിന് ശേഷം മാത്രമേ അങ്ങനെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ. വളരെ സാവകാശം. പെട്ടെന്നുള്ള ഒരു ദേഷ്യം ഇത്തിരി കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ള ഒരു ഇതിലെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കരുത്. ചില സമയം നമുക്കിങ്ങനെ തോന്നും എടുത്ത് കളഞ്ഞിട്ട് പോയാലോ എന്ന്. പക്ഷെ അത് നമ്മൾ ഒരു സെപ്റ്റംബറിന് ശേഷം ആ ജോലിയല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട വേറൊരു ജോലി കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ സെപ്റ്റംബറിന് ശേഷം മാത്രം ജോലി രാജിവെക്കും. അതുപോലെ തന്നെ ഓഫീസിലെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. മേലുദ്യോഗസ്ഥരുമായിട്ടൊരു നല്ല ബന്ധം പുലർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയമുള്ള നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് ബോധപൂർവ്വം നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നും നമുക്ക് നല്ല സമയമല്ല എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകും. കരിയറിൽ നിന്നുള്ള വരുമാനങ്ങളും വസ്തുവകളിലോ സ്വർണത്തിലോ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താനായിട്ടൊക്കെ ഏറ്റവും നല്ല സമയം, അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വിഷുവർഷം എന്ന് പറഞ്ഞാൽ 2026 വിഷുവർഷം. വിദ്യാഭ്യാസത്തിലും നിങ്ങളുടെ ജോലിയിലും മുന്നോട്ടുള്ള ജീവിതത്തിലും ഒക്കെ തടസ്സങ്ങൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സരസ്വതി പൂജ, പഠനത്തിൽ ഏകാഗ്രത ലഭിക്കാൻ നിത്യവും സരസ്വതി മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സൂര്യനമസ്കാരം, ഞായറാഴ്ചകളിൽ സൂര്യനമസ്കാരം ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എല്ലാ ദിവസവും സൂര്യനമസ്കാരം ചെയ്യാൻ പറ്റിയാൽ അത് ആരോഗ്യത്തെ പരിപാലിക്കുന്നതാണ്. കുറേയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ സൂര്യനമസ്കാരം വളരെ നല്ലതാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സൂര്യനമസ്കാരം നല്ലതാണ്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞായറാഴ്ചകളിലെങ്കിലും സൂര്യനമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ പുസ്തകങ്ങളോ നിങ്ങൾ മറ്റാർക്കെങ്കിലും നൽകുന്നത്, ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക്, മഹാവിഷ്ണു പ്രീതിക്ക് അത് കാരണമാകും. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ പുസ്തകങ്ങളോ ഒക്കെ നിങ്ങൾ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണകരമായിരിക്കും. ഈ വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ജൂലൈ 2026 ജൂലൈ മുതൽ ഡിസംബർ വരെ വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചിങ്ങം, ഓഗസ്റ്റ്, വൃശ്ചിക, നവംബർ മാസങ്ങളൊക്കെ ശുഭകരമാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. കാരണം ഈ വേഴത്തിൻ്റെ മാറ്റം വന്നതിന് ശേഷം ജൂൺ മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാവൂ. അപ്പോൾ ഉത്തമമായിട്ടുള്ള ഒരു വീട് നിർമ്മാണത്തിനൊക്കെ ആണെങ്കിൽ ഉത്തമമായിട്ടുള്ള ഒരു മാസങ്ങളെന്ന് പറയുന്നത് ചിങ്ങം, വൃശ്ചികം മാസങ്ങളാണ് ശുഭകരമായിട്ടുള്ളത്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഇതേ മാസങ്ങൾ, കാരണം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യപ്രദമാകുന്നത്. വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടവാഹനങ്ങൾ കിട്ടാനും, അതുപോലെ തന്നെ വാഹനം കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം കൊണ്ടുവരുന്നത്. ഒരു കാർത്തിക നക്ഷത്രക്കാരിയെ സംബന്ധിച്ച് ഏകദേശം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അത്ര കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും ലഭിക്കില്ല. പക്ഷേ അതിനുശേഷമുള്ള മാസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമാണ്. ഏറെക്കുറെ പകുതിയിലധികം നല്ല ഒരു വർഷമാണ് ഈ വിഷു വർഷമെന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ സംഭവിക്കുന്നതും ഈ ഒരു വർഷത്തെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നല്ല നിമിഷങ്ങൾ കിട്ടുന്നതും ഈ 2026 വിഷുഫലത്തിന് ശേഷമാണ്, ഈ ജൂൺ മാസത്തിന് ശേഷം. അനുകൂല നിറങ്ങളെന്ന് പറയുന്നത് കടും ചുമപ്പും വെളുപ്പുമാണ്. ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ഞായറാഴ്ചകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുകയോ ആദിത്യ ഹൃദയം ജപിക്കുകയോ ചെയ്യുന്നത് ദോഷങ്ങൾ അകറ്റാനായിട്ട് സഹായിക്കും. അതിൽ ഇപ്പോൾ എല്ലാവർക്കും സൂര്യക്ഷേത്രത്തിലൊന്നും പോകാനായിട്ട് ചിലപ്പോൾ സാധിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് രാവിലെ നിത്യേന സൂര്യനെ നമസ്കരിക്കുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഇടവക്കൂറുകാർക്ക് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്.
സൂര്യൻ്റെ ആധിപത്യമുള്ളതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഈ വർഷം വർദ്ധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ധൃതി കാണിക്കാതെ സാവധാനം ചിന്തിച്ച് പ്രവർത്തിക്കുക. അത് തൊഴിൽ മേഖലയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ പുതിയൊരു ജോലിക്ക് പോകുന്നു, ജോലി അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത്ര മെച്ചപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും കൂട്ടു ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ വളരെയധികം കരുതലോടുകൂടി തന്നെ ശ്രദ്ധിക്കുക. ദേഷ്യം ഉള്ള ഒരാളുടെ ദേഷ്യം കുറയ്ക്കുക. അതുകൊണ്ട് ദേഷ്യം കുറച്ചതിന് ശേഷം മാത്രം ചിന്തിക്കുക, വിദഗ്ധരുമായിട്ട് സംസാരിക്കുക. അതിനുശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താവൂ. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വർഷമാണ്. അപ്പോൾ എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം ഗുണകരമായിട്ടുള്ള ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കിട്ടാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.